ഇവിടെ വെക്കേഷൻ ആവുന്ന പിള്ളേരാണെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ പിള്ളേർ, ഇഷ്ടംപോലെ ആൾക്കാരും ടൂറിസ്റ്റുകൾ ഒരുപാട് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്താ വ്യൂ! ഇവിടെ സമ്മറാകുമ്പോൾ ഇവിടെയൊക്കെ നിറച്ച ആളായിരിക്കും തോന്നുന്നു. കാരണം പുറത്തൊക്കെ നല്ല ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള ഒരുപാട് സൗകര്യം. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പം അധികം മാസം ആവുന്നില്ല, 2 മാസം ആകണ്ടാവും, 2-3 മാസമേ ആവുന്നുള്ളൂ. എൻ്റെ ഫസ്റ്റ് സമ്മറായിരിക്കും ഇവിടുത്തെ. അപ്പം നമുക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാം ഒരു പാലം. പിന്നെ ഇവിടുത്തെ വെള്ളം കണ്ടോ, ക്ലീൻ ആയിരിക്കും, പച്ച കളർ വെള്ളം. അതിന് ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെയുണ്ട്. ഇത് ഒഴുകിപ്പോകുന്നൊരു സംശയം നിങ്ങൾക്ക് കാണും, പക്ഷെ അത് ഒഴുകിപ്പോകില്ല. ആ വ്യൂ നോക്കി, വാവ്, ബ്യൂട്ടിഫുൾ. എന്താല്ലേ, ഇവിടെയുണ്ട് കിട്ടില്ല വ്യൂ, ഗുഡ് ഇനഫ്. ഇവിടെ പിന്നെ എങ്ങോട്ട് പോയാലും കുറേ ബിൽഡിങ്ങുകൾ കാണാം. ആക്ച്വലി അത് അടിപൊളിയാണ് കാണാൻ. പക്ഷെ കണ്ട് വരുമ്പം ഒരുപാടാകുമ്പോൾ മടുക്കുമല്ലോ അല്ലേ? അങ്ങനെ മടുത്ത ജീവിതം അതാവും. ഏത് അത് വള, മാല, കമ്മൽ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു വെക്കേഷനൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർ അതൊക്കെ മേടിച്ച് വെക്കുക, ഒരു ഓർമ്മയ്ക്ക് നല്ലതായിരിക്കും. ഇവിടെ വന്നിട്ട് പോയെന്ന് അറിയാമല്ലോ. അതിന് നിങ്ങൾ ഫോട്ടോ എടുക്കുമായിരിക്കും അല്ലേ? എന്നാലും ഇങ്ങനെ ഓരോന്ന് കളക്ട് ചെയ്യുന്നവർക്കൊക്കെ അടിപൊളിയായിരിക്കും. ഇതാണ് ഗൈസ് ഇവിടുത്തെ സെൻറ്റർ മീൻസ് ഇവിടെ ഒരു സംഭവം ഉണ്ട്, അത് കാണിച്ചു തരാം. ഇവിടുന്ന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഡ്രാഗൺ ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നൈറ്റ് അടിപൊളിയാണ്. അന്ന് ക്രിസ്മസ് ടൈമിലൊക്കെ ഇവിടെ ഫുൾ ആളും, ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ സംഭവമൊക്കെ വെച്ചിട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ നൈസായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. സ്ലോവേനിയൻസ് അല്ല, ഇങ്ങനെ ടൂറിസ്റ്റാന്ന് തോന്നുന്നു. ടൂറിസ്റ്റൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം വിൻ്ററൊക്കെ ഏകദേശം കഴിയാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഇതെന്താ സംഭവം എന്നറിയില്ല, പക്ഷെ ഇതിന് നടുക്കായിട്ട് അറിഞ്ഞ ഉണ്ട്. എന്താവട്ടെ. വാവ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പം ആ മേളിൽ കാണുന്നതാണ് ലുബ്ലിയാന കാസിൽ. അവിടെ ഞാൻ പോയിട്ടുണ്ട്, നല്ല രസമായിരുന്നു അവിടെ. അപ്പം ഇവിടെ വരുന്നവരൊക്കെ എന്തായാലും അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് കുറേ സംഭവങ്ങളുണ്ട്, കണ്ടില്ലേ? ഷിറ്റ്, അതെന്തായിരുന്നു അത് നിങ്ങൾ കണ്ടോ? ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഇതൊക്കെ ഷോപ്പാണോന്ന് അറിയാൻ വയ്യത്. എന്ത് സംഭവം, എന്താണ് ഷോപ്പാണോ? ഷോപ്പാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ ഫ്രണ്ടിൽ വേറെ സംഭവം ഉണ്ട്. ഇതായിരുന്നു എൻ്റെ ഫ്രണ്ട്. ഇവിടെ വേറൊരു സംഭവം ഉണ്ട്, ഇതിൻ്റെ താഴെ. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. നമ്മൾ അവിടെ നോക്കുമ്പം ഇതിൻ്റെ ടോപ്പിലായിരുന്നു മറ്റേ ലുബ്ലിയാന കാസിൽ. അതിൻ്റെ ഒരു താഴെയായിട്ട് വരും ഇത്. എന്നുവെച്ചാൽ അത് ഇപ്പുറത്തെ വഴി, ഇത് വേറെ വഴി. പക്ഷെ ഇത് കൊള്ളാമല്ലേ? ഇതൊരു 1, 2, 3, 4 4 ഉണ്ട് പ്രതിമ ഇങ്ങനെ പണിഞ്ഞ് വെച്ചേക്കുന്നു. പക്ഷെ ഇത് കൊള്ളാം. ഇവിടെ വന്ന് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതാണ് OTP ബാങ്ക. ഇവിടെ വരുന്ന സ്റ്റുഡൻസ് ഒരുപാട് പേരും എടുക്കുന്ന ബാങ്ക് അതാണ്. ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആയിരിക്കും. ഇവിടെ കാരണം 400 ക്രെഡിറ്റ് ഒക്കെ കിട്ടും. അത് നമുക്ക് എടുക്കാൻ പറ്റും, പയ്യെ കൊടുത്താൽ മതി, അങ്ങനെയൊക്കെ കിട്ടും. ടൂറിസ്റ്റുകൾ ഒരുപാട് വന്നിട്ട് നിൽക്കുന്ന സ്ഥലം, കാണാൻ വരുന്ന സ്ഥലം. ഒരുപാട് സ്ഥലങ്ങളിൽ ഓപ്പൺ മറ്റേ ഡൈനിങ് ഏരിയ ഉണ്ട്.
ഫ്രണ്ടിൽ പുറത്ത് ഹോട്ടലിൻ്റെ പുറത്തായിട്ട്. ആൻഡ് ഒരുപാട് ടൂറിസ്റ്റ് വന്നു ഇവിടെ നിന്ന് കാണുന്നുണ്ട്. ഇഷ്ടം പോലെ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് വേറെ സംഭവമുണ്ട്, അർബൺ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഇത് പൈസ കൊടുക്കണം. അതിൻ്റെ ഒരു വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ ആളെ കയറ്റിയിട്ട് ഇവിടെ എല്ലാം കറങ്ങി. എനിക്കൊന്ന് ഇവിടെയൊക്കെ പോകും, അറിയില്ല എന്താണെന്ന്, ഞാൻ ഇത് കയറിയിട്ടില്ല. ഇവിടെ അതിൻ്റെ സംഭവം കാട് ഇതുപോലെ ഇരിക്കും വണ്ടി. യെസ്, ഇവിടെ എവിടെയെങ്കിലും കാണും. ഇവിടെ കറങ്ങി ഞാൻ നേരത്തെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ അങ്ങനെ വരും. അത് ആൾക്കാരായിട്ട് കറങ്ങി ഇങ്ങനെ നടക്കുകയായിരിക്കും, ഐ തിങ്ക് സോ. അതിവിടെ കഴിഞ്ഞാൽ നമ്മൾ ഇത് കണക്ക് ഇങ്ങനെ ഇത് വരും. ഇവിടെ മാർക്കറ്റ് പോലെ സംഭവം കൊള്ളാം. വഴിയോര കട പോലെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ലുബ്ലിയാന എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം. സ്ലോവേനിയ എല്ലാത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതെന്താണ് മറ്റേ ഇടിക്കുന്ന സാധനം, ചതക്കുന്ന സാധനം? ഇടിക്കുന്ന സാധനം എന്ന് വെച്ചാൽ കൈ വീശി ഇടിക്കുന്ന ഇടിയല്ല, ചതക്കുന്ന സാധനമില്ലേ, മറ്റേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടിച്ച് ചതക്കുന്ന അതുപോലത്തെ. ചപ്പാത്തി പലക പോലത്തെ പലക. അത് കൊള്ളാം. പള്ളി. എനിക്കൊന്ന് സന്തോഷ് ജോർജ് കുളങ്ങര ഇവിടെ വന്നപ്പോൾ ഇതുവഴിയിട്ടാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ സ്ലൊവേനിയ വ്ളോഗിനകത്ത് ഇതുപോലത്തെ ഒരു സ്ഥലം കാണിക്കുന്നുണ്ട്. എനിക്കിത് അതാന്ന് തോന്നുന്നു. ആയിരിക്കല്ലേ. അന്ന് ഇവിടെ ഫുള്ള് മഞ്ഞൊക്കെ ആയിരുന്നു. ഈ മാർക്കറ്റൊക്കെ നിങ്ങൾ ആ വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇവിടെ വേറൊരു സംഭവമുണ്ട്, വേറൊരു പാലം. അവിടെ ഫ്രണ്ടിൽ എൻ്റെ പ്രതിമ. പിന്നെ വേറൊരാളതും അവിടെ പ്രതിമ വേറെ രീതിയിലൊക്കെ നിൽക്കും. ഇഷ്ടംപോലെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഊരിക്കൊണ്ട് പോകുന്നല്ലേ. ഇതെന്തിൻ്റെ തലയാണോ എന്തോ, ഇതിനകത്തൊക്കെ ലോക്കിട്ട് വെച്ചിരിക്കുന്നു. ലവേഴ്സ് കപ്പിൾസായിട്ട് വരുന്നവർ വരിക, ഇവിടെ വന്നിട്ട് ലോക്കിട്ട് വെക്കുക. എന്തോത്തിനാണോ എന്തോ. ഇത് കണ്ടോ, ഫേസ്. ഇത് കൊള്ളല്ലേ. ഇത് ഊരിക്കൊണ്ടുപോകാൻ പറ്റുമോ? ഊരിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങേ ആ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്. ഇത് വേറെ എവിടെയൊക്കെ ഉണ്ടല്ലോ, യൂറോപ്പിൽ തന്നെ കുറേ ഇടത്തുണ്ടെന്ന് തോന്നുന്നു. എന്തോ വേറെ ലോക്കിടാൻ പോകുന്നു. ലോക്കായി ചേച്ചി, ലോക്കായി. ഇതാ ഞാൻ പറഞ്ഞ മറ്റേ പ്രതിമ. എന്തത് വാലൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഒരു ഇരിക്കാൻ സ്ഥലമുണ്ട്. ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ സ്ഥലം. ഇവിടെ നമുക്ക് ഇരിക്കാം. ഇതിൻ്റെ സൈഡിലായിട്ട് ഫുഡൊക്കെ മേടിച്ച് ഇവിടെ വന്നിരുന്നിട്ട് നൈസായിട്ട് കഴിച്ച് നൈസായിരിക്കും. ആ കാണുന്നതാണ് ഡ്രാഗൺ ബ്രിഡ്ജ്. അതിനകത്ത് ഒരു ഇയറൊക്കെ എഴുതിക്കുന്നുണ്ട്, 1888, 1848. പിന്നെ നമ്മളിതാ ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കിയേ, ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഡ്രിങ്കൊക്കെ മേടിച്ച് വന്നിരിക്കുക. വെച്ചാൽ വേലയ്ക്കും കൂലിക്കൊന്നും പോകാതെ ഡ്രിങ്ക് മേടിച്ച് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അറിയാലോ അവസ്ഥ. ആയതിനാൽ പണിക്ക് പോവുക, പണിയുള്ളവർ പണിക്ക് പോവുക, ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ ഇറങ്ങി കറങ്ങി നടക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. സ്ലൊവേനിയയിൽ ഇന്ത്യൻ ഫുഡ് കിട്ടും ഇവിടെ. നമസ്തേ ഇന്ത്യൻ എക്സ്പ്രസ് ഇതാണ് കട. ഇത് വന്നിട്ട് ഡ്രാഗൺ ബ്രിഡ്ജിന് അടുത്തായിട്ട് വരും. പിന്നെ ഇവിടെ വന്നിട്ട് ആ കഴിക്കുന്നവർ കഴിക്കട്ടെ. ഇതൊക്കെ വായിച്ചെടുക്കണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ അധികം കഷ്ടപ്പെടാതെ ഇപ്പോഴത്തെ വേറെ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ്, അത് വായിക്കുക. എന്നാലും വായിക്കാൻ ശ്രമിച്ചോളൂ. പിന്നെ ഇതൊരു യൂറോപ്യൻ കൺട്രി ആണെങ്കിലും ഇവിടെ ഇംഗ്ലീഷ് അല്ല മെയിൻ. ഇത് ഇവരുടെ ലാംഗ്വേജ് തന്നെ, സ്ലോവേനിയൻ ലാംഗ്വേജ്. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ കുറച്ചെങ്കിലും പറ്റുമെങ്കിൽ എവിടുന്നെങ്കിലുമൊക്കെ സ്ലോവേനിയൻ ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇവിടെ ഒരു
പാർട്ട് ടൈം വർക്ക് പോലൊരു ജോലിയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ ഇപ്പോൾ ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട്. ഇനി വരാനുള്ളവരെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ വന്ന ഈ ഇൻഡേക്കിലൊക്കെ വന്നിട്ട് ഒരുപാട് പേര് ജോലിയൊന്നും ഇല്ലാതെ നിൽപ്പുണ്ട്. ഗൈസ്, ഇതാണ് ഡ്രാഗൺ ബ്രിഡ്ജ്. നൈസ് വ്യൂ ആണ് ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇനി വരാനുള്ളവർ, അതായത് TRP കിട്ടാനുള്ളവർ, TRP കിട്ടിയിട്ടുള്ളവർ, ഇനി അടുത്ത ഇൻടേക്കിൽ വരാനുള്ളവർ എല്ലാവരും ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം അല്ലാതെ ഇവിടെ സർവൈവൽ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പാരൻസ് അത്രയ്ക്ക് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യണം. നിങ്ങൾ കുറച്ചെങ്കിലുമൊക്കെ നോക്കി വെക്കുക, കുറച്ച് പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക. എന്നാൽ മാത്രമേ ഇവിടെ ഒരു ജോലിയൊക്കെ കിട്ടി കുറച്ച് കറങ്ങി നടക്കാൻ എന്തെങ്കിലും ചിലവിന് പൈസ വേണ്ടേ. അപ്പോൾ അതൊന്ന് നോക്കിക്കോ. അടുത്ത വീഡിയോ എടുത്തോണ്ട് സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ലുബ്ലിയാന കാസിൻ്റെ ഒരു വ്യൂ ഉണ്ടല്ലേ, ഇത് വേറൊരു വ്യൂ. അപ്പോൾ കഴിച്ച് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ കാണത്തുള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ അപ്പം ശരി.